If you want to buy your first home in Canada, you need to know about the FHSA. It is literally the best account the Canada government has ever created for us. കാനഡയിൽ ഒരു വീട് എന്നത് കാനഡയിലേക്ക് മൂവ് ചെയ്ത എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷെ ഡൗൺ പേയ്മെൻറ്റിനുള്ള ഫണ്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം. സോ ഡൗൺ പേയ്മെൻറ്റിന് സേവ് ചെയ്യാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു ടൂളാണ് FHSA. Hi all, I'm Avi. My wife Gia and I moved from Dubai to Calgary and we started everything from scratch in 2023. In 2025, we actually used the FHSA to buy our very first home here. Today I'm going to show you why FHSA is your best friend to buy a new home in Canada. So, എന്താണ് ഈ FHSA? FHSA basically stands for First Home Savings Account. As the name suggests, ഇത് കാനഡയിൽ ആദ്യമായിട്ട് വീട് മേടിക്കാൻ പോകുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നിങ്ങൾ ഇടുന്ന പണത്തിന് ടാക്സ് ഇളവ് കിട്ടും. ജസ്റ്റ് ലൈക്ക് യുവർ RRSP. നിങ്ങൾ ഇടുന്ന പണം ഈ അക്കൗണ്ടിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ എമൗണ്ട് നിങ്ങളുടെ ഹോം പർച്ചേസിന് വേണ്ടിയിട്ട് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് $1 പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. യു പേ 0 ടാക്സ് ഓൺ ദ ഗ്രോത്ത്, വിച്ച് ഇസ് ഈവൻ ബെറ്റർ ദാൻ ദ RRSP ഹോം ബയേഴ്സ് പ്ലാൻ. നിങ്ങൾ അതിൽ നിന്ന് $60,000 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 15 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ടി വരും. ആൻഡ് സോ FHSAയിലേക്ക് നിങ്ങൾക്ക് പൈസ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി ടു സമ്മറൈസ്, നിങ്ങൾ ഇതിലേക്ക് പണം ഇടുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻസ് കിട്ടും. പിൻവലിക്കുന്ന സമയത്ത് $1 പോലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇറ്റ്സ് ആക്ച്വലി എ ഡബിൾ ബെനിഫിറ്റ് ഫോർ യു. ബട്ട് ഫോർ ദിസ് FHSA there are certain limits and rules. The limits are simple. You can put $8,000 each year up to a lifetime contribution of $40,000. നിങ്ങൾ 2025 $8,000 ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ കോൺട്രിബ്യൂഷൻ റൂം നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടും. അതായത് 2026 നിങ്ങൾക്ക് $16,000 വരെ FHSAയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ $16,000 ആണ് നിങ്ങൾക്ക് ഒരു വർഷം മാക്സിമം ഈ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FHSAൻ്റെ കോൺട്രിബ്യൂഷൻ ഡെഡ് ലൈൻ 31st December ആണ്. സോ നിങ്ങൾക്ക് 2025 കോൺട്രിബ്യൂഷൻസ് 31st December 2025 വരെ ഇടാൻ പറ്റുള്ളൂ. അൺലൈക്ക് RRSP വെയർ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടിൽ ദ 2nd of March. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ വിഡ്രോവലിനെ കുറിച്ചുള്ളൊരു റൂളാണ്. നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഇതിൽ നിന്നും വിഡ്രോ ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഫോർ എ ക്വാളിഫയിങ് വിഡ്രോവൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാനഡയിൽ ഇതിനു മുന്നേ വേറെ വീടുകളൊന്നുമില്ല, ഇത് നിങ്ങളുടെ ആദ്യത്തെ വീടാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മേടിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ പ്രൈമറി റെസിഡൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ താമസിക്കാൻ പോകുന്ന ഒരാളായിരിക്കണം. You must have a written agreement to buy a home in Canada. You must intend to live in that home as your primary residence within 1 year. അടുത്തതായിട്ട് I want to tell you common mistakes that you have to avoid. പലരും വരുത്തുന്ന 3 തെറ്റുകൾ ഇതൊക്കെയാണ്. മിസ്റ്റേക്ക് നമ്പർ 1 is over contributing. ലിമിറ്റിൽ കൂടുതൽ പണം നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മാസം 1% പെനാൽറ്റി വരും. സെക്കൻഡ് മിസ്റ്റേക്ക് is നോട്ട് ഈവൻ ഓപ്പണിംഗ് ദിസ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് ഇടാൻ പൈസ ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് ദിസ് അക്കൗണ്ട്. നിങ്ങൾ ഈ അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ റൂം സ്റ്റാർട്ട് ആവുകയുള്ളൂ. സോ നിങ്ങൾക്ക് 2026 $8,000 വേണമെന്നുണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് ദ അക്കൗണ്ട് ടുഡേ ഇറ്റ് സെൽഫ്. തേർഡ് മിസ്റ്റേക്ക് ഇസ് കീപ്പിംഗ് ദ മണി ആസ് സേവിങ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലൊന്നും ക്യാഷ് ആയിട്ട് നിങ്ങളൊന്നും ഹോൾഡ് ചെയ്യരുത്. യു ഷുഡ് ഇൻവെസ്റ്റ് ആൻഡ് ലെറ്റ് ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗ്രോ. നെക്സ്റ്റ് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദ കപ്പിൾ സ്ട്രാറ്റജി.
If you are a couple in Canada, you can combine your FHSAs. എനിക്കും ജിയയ്ക്കും അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽസ് നടത്തിയിട്ടാണ് ഞങ്ങളുടെ ഹോം പർച്ചേസ് നടത്തിയത്. രണ്ടുപേരും കൂടി അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് $80,000 വരെ ടാക്സ് ഫ്രീ ആയിട്ട് മാറ്റാൻ പറ്റും. കൂടാതെ ഇഫ് യു ഹാവ് $60,000 ഇൻ യുവർ RRSP, നിങ്ങൾക്ക് അത് രണ്ടും കമ്പൈൻ ചെയ്ത് ടോട്ടൽ ഓഫ് $140,000 വരെ നിങ്ങളുടെ ഡൗൺ പേയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ $80,000 ആയിട്ടിരിക്കാൻ പോകുന്നില്ല. നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി ഗ്രോ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ FHSAs യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കാൽഗറിയിലെ വീട് മേടിച്ചത്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഗെയിം ചേഞ്ചർ ഫോർ ന്യൂ കമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും FHSA അക്കൗണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. എൻ്റെ FHSA അക്കൗണ്ട് വെൽത്ത് സിമ്പിൾ ത്രൂ ആയിരുന്നു. ആൻഡ് അവർ ത്രൂ ഉള്ള വിഡ്രോവൽസ് വളരെ ഈസി ആയിരുന്നു. ആൻഡ് ഐ കുഡ് മാനേജ് ഇറ്റ് ഫ്രം മൈ ഫോൺ ഇറ്റ് സെൽഫ്. And if you'd like to start your FHSA through Wealth Symbol, definitely check out the referral link below in the description. Let's get you that dream home. If you found this video helpful, hit the like button, share and subscribe. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ it gives me a huge boost to come back with new videos. Subscribe so you don't miss it. Once again, I'm Avinash. Thanks for watching this video. I'll see you in the next one.